ഫെമിനിച്ചി ഫാത്തിമ ഈ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എടുത്തു പറയാൻ കാരണം നാളെയാണ് സിനിമ റിലീസ് ആവുന്നത്. പിന്നെ എങ്ങനെ റിവ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ വർഷം തൊട്ട് പല ഫെസ്റ്റിവൽസിലും ഈ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. IFFKയിലൊക്കെ പ്രദർശിപ്പിച്ചു. ഞാൻ IFFKയിൽ അല്ല കണ്ടത്. ഈ മാർച്ചിൽ കോട്ടയത്തൊരു ഫിലിം ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. തമർ KV നമ്മുടെ 1001 നുണകൾ, സർക്കിട്ട്, ഈ 2 സിനിമകളുടെ സംവിധായകനാണ്. ഇനി നിവിൻ പോളിയെ വെച്ച് ഡോൾബി ദിനേശ് എന്ന സിനിമ ചെയ്യാൻ പോകുന്നു. പുള്ളി ഈ സിനിമയിൽ പ്രൊഡക്ഷൻ ടീമിലുണ്ട്. പ്രസൻസും പ്രൊഡക്ഷനും എല്ലാം കൂടെ ചേർന്നാന്ന് തോന്നുന്നു. ബുക്ക് മൈ ഷോയിൽ പ്രൊഡക്ഷനിൽ പുള്ളിയുടെ പേര് കണ്ടില്ല. പക്ഷേ അന്ന് ഫെസ്റ്റിന് വന്നിട്ട് പുള്ളി ഇത് തിയേറ്ററിൽ റിലീസാക്കുമ്പോൾ നല്ല അഭിപ്രായമുണ്ട്. പക്ഷേ എങ്കിലും തിയേറ്ററിൽ റിലീസാകുമ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ സൈഡിലുണ്ടെന്ന് തോന്നുന്നു. മെയിൻ പ്രൊഡക്ഷനായിട്ട് കാണിക്കുന്നത് സുധീഷ് കറിയ, ഫാസിൽ മുഹമ്മദ്, ഇവർ 2 പേരുടെയും പേരാണ്. ഈ ഫാസിൽ മുഹമ്മദ് തന്നെയാണ് ഈ സിനിമയുടെ എഴുത്തുകാരനും സംവിധായകനും. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒക്കെ കണ്ട കാര്യങ്ങളിൽ നിന്നൊക്കെ ഭയങ്കര ഇൻസ്പയർ ആയിട്ട് എടുത്ത സിനിമയെന്നാണ് പറയുന്നത്. ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരു രക്ഷയില്ലാതെ അത്രയും വർക്കായ സിനിമയാണ്. ഞാൻ പോയ ഫിലിം ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ക്ലോസിങ് സെറിമണിക്ക് ശേഷം ഏറ്റവും അവസാനത്തെ സിനിമയാണ്. അപ്പോൾ ഫിലിം ഫെസ്റ്റിനൊക്കെ പോകുന്നവർക്കറിയാം, ഇനാഗുറൽ സിനിമയും ലാസ്റ്റ് ക്ലോസിങ് സിനിമയും അത്ര അടിപൊളി പടങ്ങൾ അവർ എടുത്തുള്ളൂ. അപ്പം ഇത് ക്ലോസിങ് സിനിമ ഇതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നല്ലതാണെന്ന് അറിയായിരുന്നു. പിന്നെ IFFKയിൽ നല്ല അഭിപ്രായം കേട്ടു. അത്രയും ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിട്ട് പോലും നമ്മളെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്ത സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. സിനിമ കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ മൊത്തം കയ്യടിയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്നും കാര്യങ്ങളൊക്കെ. ആ സെയിം കൺസെപ്റ്റാണ്, വലിയ പുതുമയൊന്നും ഉള്ള കാര്യങ്ങളല്ല. കോവിഡ് ടൈം തൊട്ട് ഒരുപാട് മലയാള സിനിമകൾ ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അതും പല രീതിയിൽ. ഇപ്പോൾ ജയ പോലെ എൻ്റർടൈനറായിട്ട് വന്നു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ആട്ടം പോലെയൊക്കെ അത്രയും മറ്റേ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് സീരിയസ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. പക്ഷേ എങ്കിലും ഇതുപോലത്തെ സിനിമകൾ ഒരുപാട് കണ്ട് എനിക്ക് ഈ ഒരു അല്ലെങ്കിൽ ജോണർ എന്നല്ല പറയേണ്ടത്, ഈ ഒരു സബ്ജക്റ്റിനോടൊരു മടുപ്പായി. സത്യം പറഞ്ഞാൽ ഒരുപാടായി സ്ത്രീകളുടെ അവർ സപ്രസാന്ന് കാണിക്കുന്ന കുറേ സിനിമകൾ വരുന്നു. അല്ലെങ്കിൽ ഇപ്പം പരിപാടികൾ മാറ്റി ഇപ്പോൾ ജയ വന്നപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നിന്നൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആട്ടം വന്നപ്പം തീർത്തും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെ സീരിയസ് ആണെങ്കിൽ പോലും അതിലൊരു സസ്പെൻസ് ഫാക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധനം വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പടങ്ങൾ വന്നു. നമ്മൾ പേര് പോലും ഓർത്തിരിക്കാത്ത പല പടങ്ങളും വന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ഒരു 3 സിനിമകളാണ്, മേൽപ്പറഞ്ഞ 3 സിനിമകളാണ് എനിക്ക് കൂടുതൽ ഭയങ്കര ഇഷ്ടപ്പെട്ട പടങ്ങൾ. പക്ഷേ ഇപ്പം വരുന്ന സിനിമകളെ ഞാൻ കണ്ടു മടുത്തു. പക്ഷേ ഫെമിനിച്ചി ഫാത്തിമ അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഫുൾ കോമഡിയുടെ രീതിയിലാണ്. അത് ജയ പോലെ ഓവർ ദ ടോപ്പ് കോമഡി അല്ല, സട്ടിൽ ഹ്യൂമർ. ത്രൂ ഔട്ട് കഥ പറഞ്ഞു പോകുന്നത് സട്ടിൽ ഹ്യൂമർ. അവർ ഭയങ്കര റെലവൻറ്റ് സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പം അത് ത്രൂ ഔട്ട് ഹ്യൂമറിൻ്റെ ഇതിലൂടെയാണ്. ഒരു മതത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ആ മതത്തിലെ ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതിലെ കുറ്റങ്ങളൊക്കെ ഒരുപാട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സിനിമ കഴിഞ്ഞിട്ട് Q&A സെഷനിൽ കുറേ പേര് അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിനിമ ആ ഒരു രീതിയിൽ എടുക്കാൻ കാണിച്ച, അതും സ്വന്തം നാട്ടിൻപുറത്തെ ആ ക്യാരക്ടേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളപ്പോഴും എടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം അടിപൊളിയാണ് ഫാസിലിൻ്റെ. അത് ഭയങ്കരമായിട്ട് വർക്കും ആയിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഞാൻ പറയാം, ആ ഒരു കോമഡി ഫാക്ടർ തന്നെയാണ്. അതിലൊരു ഉസ്താദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിൽ ത്രൂ ഔട്ടുണ്ട്. ഈ ഫാത്തിമയുടെ ഭർത്താവായിട്ട് പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണെങ്കിലും പോർട്രേ ചെയ്യാം. നമ്മളിതിലെ കണ്ടുള്ള സിനിമകളിലൊക്കെ അതിൻ്റെ ടോട്ടലി ഓപ്പോസിറ്റ് രീതിയിലാണ് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയും, ഉസ്താദിനെ പോർട്രേ ചെയ്ത രീതിയല്ല, ഉസ്താദിൻ്റെ ക്യാരക്ടർ എല്ലാ സിനിമയിലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ കാണും. പ്രോട്ടഗോണിസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഈ ടൈപ്പ് സിനിമകളിലെ. അപ്പോൾ ഇതിൽ ഉസ്താദ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ പുള്ളി ആ ഒരു ക്യാരക്ടറെ രീതി ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ട് ആ ഒരു ഏരിയയൊക്കെ ആ ഒരു എഴുത്തിലെ കാര്യങ്ങൾ ഹ്യൂമർ കൊണ്ടുവന്ന രീതി തന്നെയാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ്. ഇത് സീരിയസ് ആയിട്ട് കൊണ്ടുവരുന്നെങ്കിൽ ഒരു അനദർ ഒരു നാടകം, ഒരു കരച്ചിൽ നാടകം അങ്ങനെ ആയി പോയേനെ. കാരണം നമ്മൾ ഒരുപാട് കണ്ടല്ലോ ഇത്തരത്തിലുള്ളത്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കയ്യടി കൊടുക്കേണ്ടത്. ഷംല ഹംസയാണ് ഫാത്തിമയുടെ അഭിനയിച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്, ഭയങ്കര സട്ടിലായിട്ട് നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഷോ സ്റ്റീലർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുമാർ സുനിൽ ചെയ്ത ഉസ്താദിൻ്റെ ഇതാണ്. ഇജാതി പെർഫോമൻസ്, നമുക്ക് കയ്യടിക്കും. പുള്ളി നമ്മൾ അപ്പം കണ്ടിരുന്ന നമ്മൾ കെട്ടിപ്പിടിക്കുക, അമ്മാതിരി പെർഫോമൻസാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ചിരിക്കും പുള്ളിയുടെ കാര്യങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ. നമുക്ക് ദേഷ്യം വരത്തില്ല, ഈ ക്യാരക്ടറോട് ദേഷ്യം വരേണ്ടതാണ്, പക്ഷേ നമുക്കങ്ങനെ ദേഷ്യം വരത്തില്ല. വേറൊരു രീതിയിലാണ് നമുക്കൊരു ഇമോഷൻ പുള്ളിയോട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. എനിക്കപ്പോൾ ആ ഒരു ഫാക്ടറാണ് ഈ സിനിമയിൽ ഏറ്റവും വർക്കായത്. അങ്ങനെ പോയിട്ട് ത്രൂ ഔട്ട് എഴുത്ത് സൂപ്പറാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ആ ഒരു
ഫ്ലോ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ആ ഒരു ഫ്ലോ. പിന്നെ നമ്മൾ പല സിനിമകളിലും കണ്ടുള്ള ചെറിയ ചെറിയ വേഷം ചെയ്ത കുറേ പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ വേഷങ്ങളിൽ തന്നെ. നാട്ടിൻപുറത്തെ ആൾക്കാരും കാര്യങ്ങളും ഒക്കെയാണ്. ഭയങ്കര ഫീൽ ഗുഡ് പരിപാടിയാണ്. സീരിയസ് സബ്ജക്റ്റിനെ ഒരു കോമഡിയും കൂടെ ബ്ലെൻഡാക്കി ലാസ്റ്റ് തീരുമ്പോൾ പക്ക ഫീൽ ഗുഡായിട്ട് ഉഗ്രൻ ക്ലൈമാക്സ് എന്ന് വെച്ചാൽ ഉഗ്രൻ ക്ലൈമാക്സ്. ഞാൻ പറഞ്ഞത് മറ്റേ ഇതുവരെ നമ്മൾ കാണാത്ത മലമറിക്കുന്ന ക്ലൈമാക്സ് എന്നല്ല, ഈ സിനിമ ക്യാപ്റ്റായിട്ടുള്ളൊരു ഡീസൻറ്റ് ക്ലൈമാക്സ് ആണ്. പക്ഷെ അവർ അവിടെ കൊണ്ട് എത്തിക്കുമ്പോഴത്തേക്ക് നമുക്കിത് എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു പരിപാടിയാണ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.75 ഔട്ട് ഓഫ് 5 ആണ്. നാളെ തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. ഉറപ്പായിട്ടും പോയി കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് പോകാം, കുട്ടികളായിട്ട് പോകാം. സീരിയസ് സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. ഫ്രണ്ട്സായിട്ട് പോവാം, എങ്ങനെ പോയാലും ഒരു കുഞ്ഞ് സിനിമ എന്നുള്ള രീതിയിൽ പോയാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കിടിലം പടമാണ് ഫെമിനിച്ചി ഫാത്തിമ.